മലയാളികൾ ഇന്ന് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു തിരുവോണം ആഘോഷിക്കുകയാണ്. എന്റെ തിരുവോണം കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കൗൺസിലർക്കൊപ്പമാണ്, മുട്ടടവാട് കൗൺസിലർ വൈഷ്ണ. ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഇവിടെ അത്തപ്പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലാണ്. വൈഷ്ണ തുടങ്ങാല്ലേ? എങ്ങനെയാ വൈഷ്ണയുടെ ഓണമൊക്കെ എങ്ങനെയാ? അത്തപ്പൂക്കളമൊക്കെ ഇട്ടാണോ? 10 ദിവസം പൂക്കളം ഇടോ? ഇല്ല, നമ്മൾ എല്ലാ വർഷവും തിരുവോണത്തിന്റെ അന്ന് ഇതുപോലെ പൂക്കളം ഇടും. പിന്നെ സദ്യ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് എല്ലാ വർഷവും സദ്യ തിരുവോണത്തിന് മസ്റ്റാണ്. അമ്പലത്തിൽ പോവും. അങ്ങനെയുള്ള ചെറിയ വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ കഴിഞ്ഞ തവണത്തെ ഓണം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ന്യൂമോണിയ ബാധിച്ച ഹോസ്പിറ്റലായിരുന്നു. ന്യൂമോണിയ ബാധിച്ചിട്ട് ഞാൻ ഓഫീസിൽ വർക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ ഓഫീസിൽ വർക്കിങ്ങും കൂടെ പഠിക്കുന്നുള്ളത് കൊണ്ട് ഇവിടെ രണ്ടിടത്തെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനകം തന്നെ ന്യൂമോണിയ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ തിരുവോണത്തിന് എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് കഴിഞ്ഞ തവണ സദ്യ കഴിച്ചത്. ഇപ്രാവശ്യത്തെ ഓണവും വലിയ ഡിഫറൻസ് ഇല്ലേ? കൗൺസിലറായി ഇപ്പൊ മുട്ടടയിലെ എല്ലാ വീട്ടിലും ഒരു അംഗമാണ്. എല്ലാവരുടെ വീട്ടിൽ പോയി ഓണം ഉണ്ടണം, അതല്ലേ? അതെ. ഇത്തവണത്തെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ജനപ്രതിനിധി ആയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ അല്ല. ഈ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വീടുകളിലേക്കും ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഓണപരിപാടിയിൽ നമ്മൾ ഭാഗമാകുന്നു. നമ്മുടെ വാർഡിന്റെ ഓണപരിപാടി 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ വെച്ച പരിപാടി. അപ്പൊ അങ്ങനെ ഇത്തവണത്തെ ഓണത്തിന് കുറച്ച് മധുരം കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഓണത്തിന്റെ ഒരു കോർ മെമ്മറി? എങ്ങനെയാണ് നമ്മൾ ഈ മലയാളികളുടെ ഓണം എന്നൊക്കെ പറയും പോലെ വൈഷ്ണയുടെ ഒരു ഓണം എങ്ങനെയാണ്? അല്ല, നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഇത്തവണ ഭയങ്കരമായിട്ട് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തു. കാരണം ഇന്ന് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ഓണാഘോഷം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ഓണപരിപാടിയാണ്. അപ്പൊ അവരോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യണം. ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് ഈ പൂക്കളം ഒന്ന് ഒരുക്കണം. കാരണം പായസം വെക്കണം, സദ്യ റെഡിയാക്കണം. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിലൊന്നും വലിയ പിടുത്തമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ചെയ്തിട്ട് വരാം. ഞാനും വൈഷ്ണയും ഈ പൂക്കളം ഇടുന്നതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. പായസം വെക്കണം, സദ്യയുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീർക്കാം. പൂക്കളം അവസാനം കാണിച്ചു തരാം. ഒരു സർപ്രൈസ് സംഭവമാണ് ഇത്. അപ്പൊ അവസാനം കാണാം. അപ്പൊ പായസം വെക്കാൻ റെഡിയാണോ? പിന്നെ പായസം വെക്കാം. ഇത്ര കോൺഫിഡൻസോ? ഓണത്തിന് പായസം ഇല്ലാതെ എന്ത് ഓണം? അതും ഈ തിരുവനന്തപുരത്ത് ഈ ബോളിയും പായസവും. ബോളിയും പായസവും ഇവിടുത്തെ മെയിനാണ്. എനിക്കൊന്നും തിരുവനന്തപുരത്താണ് ഈ ബോളിയും പാൽപ്പായസവും കുറച്ച് അല്ലേ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങോട്ട് വേറൊരു സാധനം അല്ലേ നമുക്ക് ഈ ഓണത്തിന് ഇലയിടപ്പുറത്ത് ബീഫ് ചിക്കൻ, അതാണ് നമ്മുടെ രീതി. സോറി, നമുക്കതില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും വഴിയില്ല. അപ്പൊ തുടങ്ങാം. എങ്ങനെ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണോ വൈഷ്ണ? സമയമൊക്കെ കിട്ടാറുണ്ടോ ഇതൊക്കെ പഠിക്കാനൊക്കെ? അങ്ങനെ നന്നായി കുക്കിംഗ് ഒന്നും ഇല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് വീട്ടിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം അച്ഛൻ അങ്ങനെ കിച്ചണിൽ അധികം പണി അറിഞ്ഞുകൂടാത്ത ആളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതാകുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അല്ല, സ്ഥിരമായി കുക്കിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല. എങ്ങനെ കുട്ടിക്കാലത്തെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? കസിൻസ് ഒക്കെ ആയിട്ട് അങ്ങനെയാണോ? കുട്ടിക്കാലത്തെ ഓണം നമ്മളെപ്പോഴും ഒരു ദിവസം തിരുവോണമൊക്കെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യും. എന്നിട്ട് 3-ാം ഓണം അല്ലെങ്കിൽ 4-ാം ഓണം ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ഒത്തുചേരും. കൂടുതലും അച്ഛൻ്റെ ഫാമിലിയാണ് അങ്ങനെ ചേരാറ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ദിവസം കൂടും, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താ ഒഴിക്കാൻ പോകുന്നത്? ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു, നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്ന് വൈഷ്ണ തിരുവോണത്തിന് നമുക്ക് വേണ്ടിയിട്ടാണ് മൊത്തം ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. വൈഷ്ണ ഒരുങ്ങിയിട്ട് അതീവ സുന്ദരിയായിട്ടുണ്ട്. ആണോ? അതെ. ഇന്ന് പൊതുവെ ഇപ്പം ഓണം റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് സ്ഥിരം സാരിയിലാണ്. അപ്പൊ അതുകൊണ്ട് സാറിന് നമ്മൾ ചുരിദാറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. 4-5 ദിവസം കൊണ്ടുള്ളതുപോലെ തന്നെയാണ്.
വൈഷ്ണ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ പാലട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ അല്ലേ? ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാം. ഓക്കെ. ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ഓക്കെ, കോരി ഒഴിച്ചോട്ടെ. ചൂടാണേ. രാമനാഥൻ ഇതും വശമുണ്ടോ? കൊള്ളാമോ? കൊള്ളാം. ഭാഗ്യായി. വൈഷ്ണ ഉണ്ടാക്കിയ പാലട നന്നായിട്ടുണ്ട്. വാർഡിലുള്ള എല്ലാവർക്കും അടിപൊളി. വാർഡിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കില്ലേ ഇനിയിപ്പോ? ഉണ്ടാക്കി കൊടുക്കാൻ പ്രശ്നമാവുമല്ലോ. മധുരം ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി സദ്യ കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഞങ്ങള് ഇട്ട പൂക്കളം അല്ലേ ലാസ്റ്റ് ആണ്. അതെ, എല്ലാവരും മാർക്കിടണം കേട്ടോ. അപ്പോ നമ്മള് സദ്യ കഴിക്കാൻ പോവാണല്ലേ വൈഷ്ണ? അതെ, സദ്യ കഴിക്കാൻ പോവാണ്. അമ്മയാണ് മൊത്തം ഉണ്ടാക്കിയത്. പക്ഷെ അമ്മ ഇൻട്രോവേർട്ട് ആണ്, സംസാരിക്കില്ലെന്ന് ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സംസാരിക്കൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രശ്നമാകും. എങ്ങനെയുണ്ട് നമ്മളോടൊപ്പമുള്ള തിരുവോണം? നിങ്ങളോടൊപ്പമുള്ള തിരുവോണം ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറൊരു സ്പെഷ്യാലിറ്റിയാണ്. കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലിൽ ഇരുന്ന് തിരുവോണ സദ്യ ഉണ്ടു. ഇത്തവണ നിങ്ങളോടൊപ്പം ഉണ്ണുന്നു. അപ്പൊ അങ്ങനെ ഓരോ വർഷം പോകും തോറും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ജീവിതം. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് കിടക്കാം, റാപ്പിഡ് ഫയർ പോലെ. ഞാൻ വിചാരിച്ചു വന്നിട്ട് അങ്ങനൊന്നും ചോദിച്ചില്ലല്ലോ എന്ത് പറ്റി എന്നുള്ളത്. പറട്ടെ. ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് 3 നേതാക്കളാണുള്ളത്. ഇപ്പോ വി.ഡി. സതീശൻ, ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ. അപ്പോ വൈഷ്ണയ്ക്ക് ഒരു റോൾ മോഡൽ ഇതിൽ ആരാണ്? അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡൽ രാഹുൽ ഗാന്ധിയാണ്. നമ്മുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ല, നമ്മുടെ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് നമ്മള് ഇപ്പം ഉള്ള യുവനിരയിൽ നിൽക്കുന്ന എല്ലാവരുടെയും ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ 3 നേതാക്കന്മാര് 3 പേർക്കും അവരവരുടേതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. കാരണം 3 പേരും വളരെ സജീവ രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ്, പൊളിറ്റിക്കലി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണ്, വളരെ ചെറുപ്പകാലം മുതലേ രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ക്വാളിറ്റീസിനെയാണ് നമ്മൾ അതിലാണ് നമ്മൾ അവരെ ആകർഷിക്കുന്നത്. ഇപ്പോ വൈഷ്ണ ഈ പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും ഒരു നേതാവിന് വൈഷ്ണക്ക് ഒരു ആരാധന, അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാവിന്? പ്രതിപക്ഷത്ത് ഇപ്പൊ അദ്ദേഹം ഇല്ല. VS നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന നേതാവാണ്. വളരെ നല്ല, എല്ലാവരോടും നന്നായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേറെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല. നിലവിൽ കാരണം നമുക്ക് അകത്തെ നേതാക്കന്മാരെ ആയിരിക്കും നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുക. അവരിൽ നിന്നായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുക. പിന്നെ VSനെ പോലുള്ള അദ്ദേഹം അത്രയും നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ നമ്മളെല്ലാവരും കണ്ടു വളർന്ന, നമ്മൾ വളരെ കുഞ്ഞു പ്രായത്തില് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ കണ്ടു വളർന്ന മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ കുഞ്ഞായിരുന്നല്ലോ, കണ്ടു വളർന്ന ഒരു നേതാവാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങള് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് അല്ലെ വൈഷ്ണ? നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? പൂക്കളം കാണിക്കാം. അതെ, ഇതാണ് ഞങ്ങൾ ഇട്ട പൂക്കളം. അതെ, അതിഗംഭീരമായ പൂക്കളം. പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാം. വൈഷ്ണക്ക് എന്ത് തോന്നുന്നു? നമ്മളിട്ടതല്ലേ, അപ്പൊ എന്തായാലും നന്നായിരിക്കില്ലേ? അതെ, അങ്ങനെ തിരുവോണം വൈഷ്ണക്കൊപ്പമാണ് ആഘോഷിച്ചത്. ഒരുപാട് താങ്ക്സ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണാശംസയായാലോ? തീർച്ചയായിട്ടും. ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോ അടുത്ത ഓണത്തിന് കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വൈഷ്ണ, ഇനിയപ്പോ കൗൺസിലിൽ കാണാം. ഹാപ്പി ഓണം.